പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 30 വേഴ്സ് 20. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ആമേൻ. ഇതുവരെയും കഷ്ടവും കയ്പും വേദനയും ഞെരുക്കവും ബുദ്ധിമുട്ടുമായിരുന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? മുൻപോട്ട് നോക്കുമ്പോൾ ശൂന്യത മാത്രമാണ്. എന്നാൽ തിരുവചനം നിന്റെ ആമേൻ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. അത് മറ്റാരുമല്ല, നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു അത്രേ. ആ യേശുവിൽ വിശ്വാസമർപ്പിക്കുക, പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. നിശ്ചയമായിട്ട് ഈ വചനം പോലെ അത്ഭുതങ്ങൾ നടക്കും. ഇന്നലകൾ പോലെ അല്ല. ആമേൻ. ഉപദേഷ്ടാവ് കൂടെ ഇരുന്ന് ഉപദേശിച്ചു വഴി നടത്തും. അതിനായി വിശ്വാസത്തോടെ കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ,